ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഏറ്റവും കൂടുതൽ ലോകത്തുള്ള സകലമാന മുസ്ലിം രാജ്യങ്ങളെയും എടുത്തു കഴിഞ്ഞാലും നിർഭയത്തോടുകൂടി തന്റെ ആശയവും ആദർശവും മതവും നിലപാടുകളും മുറുക്കെ പിടിച്ച് ജീവിക്കാൻ മുസ്ലിങ്ങൾക്ക് സാധിക്കുന്നത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിലാണ്. ഏറ്റവും കൂടുതൽ ഇവരുടെ ഉഡായിപ്പുകൾ എടുക്കുന്നതും നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിലാണ്. വേറെ എങ്ങും ഇവരുടെ ഒരു ഉഡായിപ്പും നടക്കില്ല. ഇപ്പോ ഇവര് GCC രാജ്യങ്ങളിലൊക്കെ പോയിട്ട് അടങ്ങി ഒതുങ്ങി അതാത് രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ചിട്ടില്ലെങ്കിൽ അബ്ദുൾ റഹീമിന് പിരിവിട്ടതുപോലെ വീണ്ടും ഒരുപാട് പിരിവുകൾ വിടേണ്ടി വരും. എന്താ അബ്ദുൾ റഹീം ചെയ്തത്? മര്യാദയ്ക്ക് അവനവന്റെ രാജ്യത്തിന്റെ നിയമങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം നമ്മള് പിഴച്ചു പോകാൻ വേണ്ടിയിട്ട് ഓരോ രാജ്യത്ത് കയറി ചെല്ലുന്നതാണ്. ഉപജീവന മാർഗം വിശാലമായി കിട്ടുന്നതിന് വേണ്ടി അടങ്ങി ഒതുങ്ങി ആ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ജീവിക്കാതെ സൗദി ബാലനെ അടിച്ചു കൊല്ലാൻ പോയതാണ്. എന്ത് സംഭവിച്ചു? 18 വർഷം ജയിലിൽ കിടന്നു. 34 കോടി രൂപ വേണമെന്നാരോ പറഞ്ഞെന്ന് പറയുന്നത് കേട്ടു. ബോച്ച ഇറങ്ങി തിരിച്ചു. 60 കോടി പിരിച്ചു എന്ന് പറഞ്ഞത് അവര് തന്നെ. 100 കോടിയിലധികം പിരിച്ചു എന്ന് പറഞ്ഞത് ഒരു ജനപ്രതിനിധിയാണ്. ഇരിക്കട്ടെ, 60 ആയാലും 100 ആയാലും നമുക്ക് ഛേദമൊന്നുമില്ലല്ലോ എന്ന് പറയുന്നത് പോലെ. അപ്പൊ ഇത്രയും പണം പിരിച്ചു. 34 കോടി കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ റഹീം നാട്ടിലെത്തുമോ? എത്തിയോ? എന്ത് സംഭവിച്ചു റഹീമിനെ ആരാ പിടിച്ചു വെച്ചത്? 34 കോടി കൊടുത്താൽ ഉടനെ പുറത്തു വരാമെന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് എന്ത് സംഭവിച്ചു? എന്തായിരുന്നാലും ശരി, ഇനിയും റഹീമിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ? 100 വട്ടം ആലോചിക്കും, ഒരിക്കലല്ല. ഇതുപോലെ ഏതൊരാൾക്കാണെങ്കിലും അവനവന്റെ ജീവിതത്തിൽ പല അനുഭവങ്ങളും വരുമ്പോഴാണ് മനസ്സിലാക്കുക. നരേന്ദ്രമോദിയുടെ ഭാരതത്തിൽ കിടന്ന്, നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ കിടന്ന് വല്ലാതെ ഉഡായിപ്പുകൾ കാണിക്കുമ്പോൾ ഇവര് വിചാരിക്കുന്നത് എല്ലാ കാലവും ഇങ്ങനെ ആയിരിക്കുമെന്നാണ്. നിലാവുണ്ടെന്ന് കരുതി നേരം വെളുക്കുമ്പോളം കക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, ഒരാളും മിണ്ടാതിരിക്കുന്നെന്ന് കരുതി അവരുടെ തലയെ കയറി പിന്നെയും പിന്നെയും കോലിട്ടടിച്ചാൽ എഴുന്നേക്കാൻ പറ്റാത്ത രൂപത്തിൽ ഒരു പണി അങ്ങോട്ട് കിട്ടും. ഏത് വിഷയത്തിലായിരുന്നാലും ശരി ഇത് തന്നെയാണ് സംഭവിക്കുക. ഇവിടെയും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇന്ത്യയില് മര്യാദയ്ക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ വ്യാജ ആധാർ കാർഡുകൾ, വ്യാജ പാസ്പോർട്ടുകൾ, വ്യാജ ID, വ്യത്യസ്തമായിട്ടുള്ള എല്ലാ രൂപത്തിലുമുള്ള കാർഡുകൾ ഉണ്ടാക്കി കൊടുത്തിട്ട് ബംഗ്ലാദേശികളെയും റോഹിംഗ്യകളെയും കൊണ്ട് ഈ രാജ്യം നിറച്ചു. അതിന്റെ മുഖ്യ പങ്ക് കെജ്രിവാളിനുണ്ട്, സംശയമില്ല. അതുകൊണ്ടാണ് ഡൽഹിയിൽ ഇത്രമാത്രം റോഹിംഗ്യകളും അതുപോലെ ബംഗ്ലാദേശികളും കിടന്ന് പൊളയ്ക്കാനുള്ള കാരണം അതാ. ഇന്ത്യക്കകത്ത് ഇവർക്ക് എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളും കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നുഴഞ്ഞുകയറ്റക്കാർക്ക് വേണ്ടിയിട്ട് ഇവർ ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ഇവർക്ക് വോട്ടർ ID കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഇവരുടെ വോട്ട് ആർക്കാണ്? മുസ്ലിം നേതൃത്വം പറയുന്നവർക്ക് വോട്ട് കിട്ടുമല്ലോ. അപ്പോ കെജ്രിവാളിനും ഡൽഹിയിൽ ഇവരെ നിറച്ചതിൽ മുഖ്യ പങ്കുണ്ട്, സംശയമില്ല. അപ്പോ ഇന്ത്യക്കകത്ത് കിട്ടുന്ന ഈ സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെ മുതലാക്കി ഇത്രയും കാലവും ഇവർ ഈ രാജ്യത്തിനകത്തിരുന്ന് ഈ രാജ്യത്തിന്റെ അടിത്തറ മാന്തുവായിരുന്നു എന്ന യാഥാർത്ഥ്യം ഇന്ത്യയിലെ ഭരണാധികാരികൾ അറിയുന്നത് വരെ മാത്രമേ നിങ്ങൾക്ക് ഇത്രയും അഹംഭാവത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയും. ശ്രീ ഷോൺ ജോർജ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. അദ്ദേഹം ടെലിഫോൺ ലൈനിലാണ് ചേരുന്നത്. ശ്രീ ഷോൺ ജോർജ്, തീവ്ര ഇസ്ലാമിക ആശയങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്നുള്ള ഒരു സൂചന ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ നൽകുകയാണ്. എന്തിനായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു ആശയ പ്രചാരണം അവർ ഇപ്പോൾ കേന്ദ്രീകരിക്കുന്നത്? ഉത്തരം വ്യക്തമാണ്. കാരണം തീവ്ര ഇസ്ലാമിക നിലപാടുമായിട്ട് ഇന്ത്യക്കകത്ത് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് തന്ത്രപരമായി മുന്നോട്ട് പോകാം. ആദ്യം അവർ വോട്ടിന് എതിരായിരുന്നു, തെരഞ്ഞെടുപ്പിനെതിരായിരുന്നു, ഗവൺമെന്റ് ജോബിനെതിരായിരുന്നു. ഇതെല്ലാം പിന്നീട് ജമാഅത്തെ ഇസ്ലാമിയുടെ അണ്ടറിൽ സിനിമകൾ വരെ എടുത്തു. എന്തേ? ഈ മാർഗമാണ് ഇപ്പോൾ ഏറ്റവും നല്ല മാർഗം. സോഷ്യൽ മീഡിയയിലൂടെ, സിനിമയിലൂടെ, കലയിലൂടെ, കായികത്തിലൂടെ അങ്ങനെയും നമുക്ക് മതരാജ്യമാക്കാൻ ശ്രമിക്കാമല്ലോ. അതിന്റെ ഭാഗമായിട്ടാണ് മെസ്സിക്കും റൊണാൾഡോയ്ക്കും ഒക്കെ പർദ്ദയും മക്കനയും കന്തൂറയും ഒക്കെ തയ്പ്പിക്കാൻ ഉസ്താദുമാര് തയ്യാറായി വന്നത്. ഒരു കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇവര് എന്ത് തരത്തിലുള്ള നിലപാട് മാറ്റമെടുത്താലും പെട്ടെന്ന്
രാഷ്ട്രമാണ്, ഇസ്ലാമിക രാഷ്ട്രം എന്ന നിലപാട് ജമാഅത്ത് ഇസ്ലാമിയും SDP, PFI പോലെയുള്ള മുഴുവൻ ഇതിനെല്ലാം അച്ഛനും ഒന്നാണ്. അതൊക്കെ വിവിധ മുഖങ്ങളിൽ നമ്മുടെ മുമ്പിലേക്ക് ഇറങ്ങുന്നു. ചില രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് ഇറങ്ങുന്നു, മറ്റ് മതസംഘടനയായിട്ട് ഇറങ്ങുന്നു. ഒന്ന് നിരോധിക്കുമ്പോൾ അതിന് പകരം 8 സംഘടനകൾ പുതിയതുണ്ടാകും. അതിലേക്കല്ല ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതൊന്നും അർഹിക്കുന്ന അവജ്ഞയോട് കൂടി ആ സ്റ്റേറ്റ്മെന്റിനെ പുച്ഛിച്ചു കളയുക എന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ പറഞ്ഞിരുന്ന മറ്റൊന്നും കാര്യമല്ല. ഇവിടെ എനിക്ക് ഇവിടെ സംസാരിക്കാനുള്ളത്, എന്നെ കേൾക്കുന്ന നല്ലവരായ ഇസ്ലാം സഹോദരങ്ങൾ, ഈ രാജ്യത്തോട് അല്പമെങ്കിലും കൂറുള്ള ഇസ്ലാം സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾ ഇത്തരം ആളുകളെ, ഇത്തരം സംഘടനകളെ തള്ളിപ്പറയാൻ തയ്യാറായില്ലെങ്കിൽ ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന നിങ്ങളെല്ലാം ഈ കളറിന്റെ പുറത്തായി തന്നെ സാഹചര്യം ഉണ്ടാവും. കഴിഞ്ഞ നിസ്സാരമായിട്ട് എന്ന് അദ്ദേഹത്തിന് സ്വയം ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അത് പരസ്യമായി ആ വാക്ക് പിൻവലിക്കുന്നു എന്ന് മാത്രമല്ല പരസ്യമായി ക്ഷമാപണം നടത്തി. ഓക്കെ, അദ്ദേഹം പറഞ്ഞ വാക്ക് തെറ്റോ ശരിയോ, പക്ഷെ അത് തെറ്റാണെന്ന് തുടർന്ന് സംബന്ധിച്ച് അദ്ദേഹം പിറ്റേ ദിവസം തന്നെ മാപ്പപേക്ഷിക്കുകയും അത് മാത്രമല്ല സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കുകയും ചെയ്തു. സ്വാഭാവികമായി അതായത് തീവ്ര ഇസ്ലാമിസ്റ്റ് ചിന്താഗതിക്കാർ ഈ രാജ്യത്ത് അവരെന്തിനാ ശ്രമിക്കുന്നത്? പാകിസ്ഥാനാക്കാൻ. എന്നാ പിന്നെ നിങ്ങൾക്ക് പാകിസ്ഥാനിലേക്ക് പോയിക്കൂടെ? ഈ ചോദ്യത്തിൽ PC ജോർജ് പിന്നീട് മാപ്പ് പറഞ്ഞിട്ട് പോലും അദ്ദേഹത്തെ വിടാതെ പിന്തുടർന്നു. മതസ്പർദ്ധ വർദ്ധിപ്പിക്കുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു സംസാരം ഉണ്ടായി. അതിനെ സംബന്ധിച്ച് അദ്ദേഹം മാപ്പ് പറഞ്ഞത് അവസാനിപ്പിച്ചു. അത് സംബന്ധിച്ച് ഇന്ത്യൻ സമുദായങ്ങൾക്കിടയിൽ യാതൊരു പ്രശ്നവും ഈ നിമിഷം വരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. പക്ഷേ ആ വിഷയത്തെ കഴിഞ്ഞ 10 ദിവസമായി കേരളത്തിലെ ഒരു പ്രമുഖ ചാനൽ അത് മാത്രം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ 67 സ്ഥലങ്ങളിൽ നിന്നും അദ്ദേഹത്തിനെതിരെ പരാതി നൽകി, അദ്ദേഹത്തിനെതിരെ FIR ഇട്ടു. അദ്ദേഹത്തിന്റെ FIR ഇടുന്നതുകൊണ്ട് ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന, അദ്ദേഹം പറയുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം ഇല്ലേ? അപ്പം സ്വാഭാവികമായും അത്തരത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ആ സമുദായങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാവും. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തത്, ക്ഷമാപണം നടത്തി അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്ത് ഇവർ ശരിക്കും ലക്ഷ്യം വെക്കുന്നത് മതസ്പർദ്ധ ഉണ്ടാക്കുക എന്ന് തന്നെയാണ്. ഇവർക്ക് ഇത്തരം വിഷയങ്ങൾ, ഇതര സമുദായങ്ങളുമായി നിരന്തരമായി വിഷയങ്ങൾ ഉണ്ടാക്കണം. ഈ രാജ്യത്ത് ഞങ്ങൾ സുരക്ഷിതരല്ല. ഇത് ഏറ്റവും കൂടുതൽ നരേന്ദ്രമോദിയുടെ ഭരണകാലം. ഇപ്പോ സാക്കിർ നായിക് ആണെങ്കിലും എന്താണ് പറഞ്ഞു വെക്കുന്നത്, രാഹുൽ ഗാന്ധി ആണെങ്കിലും എന്താണ് പറഞ്ഞു വെക്കുന്നത്? പല രാജ്യങ്ങളിലും ചെന്നിട്ട് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുക. അപ്പൊ ഇന്നലെ തന്നെ നമ്മൾ കണ്ടു, ഇന്ത്യക്കെതിരെയും നരേന്ദ്രമോദിക്കെതിരെയും പ്രവർത്തിക്കുന്നു. കണ്ടില്ലേ? അദ്ദേഹം പറഞ്ഞ ആശയം എത്ര തന്നെയാണെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ളത് പുറത്തു വന്നു. വാക്കുകളിലുള്ള മിസ്റ്റേക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംഭവിക്കും, സർവ്വസാധാരണമാണ്. പക്ഷേ ഇന്ത്യക്കെതിരെ എന്ന വാക്ക് എങ്ങനെ രാഹുൽ ഗാന്ധി പ്രയോഗിക്കുമെന്ന് ആലോചിച്ച് നോക്ക്. ഇന്ത്യ രാജ്യം ഭരിച്ച പാരമ്പര്യമുള്ള പാർട്ടി കുടുംബത്തിന്റെ അംഗം. അപ്പൊ ഇവരുടെ ഉള്ളിലുള്ളത് തന്നെയാണ്. ഈ രാജ്യത്തിനെതിരായിട്ട് പല രാജ്യങ്ങളിലും ചെന്നിട്ട് മലർന്ന് കിടന്ന് തുപ്പുന്നത് ഇവരുടെയൊക്കെ ഒരു സ്വഭാവമാണ്. അങ്ങനെ GCC കൺട്രികളിലൊക്കെ ചെന്നിട്ട് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ വയ്യ, ഇന്ത്യയിൽ മുസ്ലിങ്ങൾ വല്ലാതെ പീഡിതരാണ് എന്നിവർക്ക് പറഞ്ഞു വയ്ക്കണം. അതിനു വേണ്ടിയുള്ള കട്ടായങ്ങളാണ് ഇതൊക്കെ. ഞങ്ങൾ ഈ രാജ്യത്ത് സുരക്ഷിതമല്ല. ഞാൻ ഒന്നും ചോദിച്ചില്ല. 10 വർഷമായില്ലേ നിങ്ങൾ ഈ പ്രചരണം തുടങ്ങാൻ തുടങ്ങിയിട്ട്? ഈ 10 വർഷ കാലത്തിനിടെ എന്ത് സംഭവിച്ചു? ഈ രാജ്യത്ത് ഏറെക്കുറെ 17% ഇസ്ലാം സഹോദരങ്ങൾ ജീവിക്കുന്ന രാജ്യമാണ്. ഞാൻ ഒന്ന് പറയട്ടെ, ഇന്ന് ലോകത്ത് ചുറ്റുവട്ടം കുറെ ഇസ്ലാമിക രാജ്യങ്ങൾ നമുക്കുണ്ടല്ലോ. അതെല്ലാം എടുത്ത് പരിശോധിക്കും. അവിടത്തേക്ക് ആഭ്യന്തര കലാപങ്ങളുടെ കോട്ടയാണ് ഈ രാജ്യങ്ങളൊക്കെ. അവിടെ നിന്നും ഇന്ത്യയിലേക്ക് വരുമ്പോൾ ലോകത്ത് ഇന്ന് ഏറ്റവും അധികം മുസ്ലിം സഹോദരങ്ങൾ സുരക്ഷിതമായി ജീവിക്കുന്നത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിലാണ്. എങ്കിലും അത് മനസ്സിലാക്കാനുള്ള സാമാന്യ വിവരം ഉണ്ടായില്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ സംഘടനകളെല്ലാം കൂടി ഈ രാജ്യത്തുള്ള മുഴുവൻ മുസ്ലിം സഹോദരങ്ങളെയും തീവ്രവാദികളായി മുദ്രകുത്തും. അവരുടെ ആവശ്യമുള്ളത്, കാരണം അവർ ചിന്തിക്കുന്ന ഇസ്ലാമിക രാജ്യത്തിലേക്ക് അവർ തന്നെയുമല്ല, ഈ തീവ്രവാദികളുടെ ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് എതിരെ മുസ്ലിം സഹോദരങ്ങളും അവരുടെ സംഘടനകളും തന്നെ രംഗത്ത് വന്നിട്ടില്ലെങ്കിൽ, ദേശീയ മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ അവര് മുന്നോട്ട് വന്നിട്ടില്ലെങ്കിൽ അവരെയും തീവ്രവാദികളുടെ ഗണത്തിൽ തന്നെയല്ലേ ഉൾപ്പെടുത്തും? സംശയം. ഇവിടെ ഒരു മതതീവ്രവാദത്തിന്റെ പേരിൽ മുഴുവൻ ഇസ്ലാമികളെയും സംഘടിപ്പിക്കാൻ കഴിയണം. ഒരു നിയോജകമണ്ഡലം എടുത്ത് നമുക്കൊരു ഇലക്ഷൻ പ്രൊസീജിയർ എടുക്കാം. ഒരു ഇലക്ഷൻ പ്രൊസീജിയറിൽ ഒരു നിയോജകമണ്ഡലത്തിൽ ഈ പറയുന്ന സംഘടനകൾക്കൊക്കെ 1000-1500 വോട്ടേ ഉള്ളൂ. പക്ഷെ ഇവർ നടത്തുന്ന പ്രചരണം എന്താണ്? പാലക്കാട് എന്ത് സംഭവിച്ചു? പാലക്കാട് എന്ത് സംഭവിച്ചാൽ BJP ജയിക്കാൻ പോകുന്നു. BJP ജയിച്ചു പോയാൽ നമ്മൾ ഇസ്ലാം സഹോദരങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഈ വഖഫ് ബോർഡിന്റെ വിഷയങ്ങളൊക്കെ ജ്വലിച്ചു നിന്ന സമയത്താണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് വരുന്നത്. എന്നിട്ട് പോലും പള്ളികൾ കേന്ദ്രീകരിച്ച്, മുസ്ലിം വീടുകൾ കേന്ദ്രീകരിച്ച്, മദ്രസകൾ കേന്ദ്രീകരിച്ച്, അവരുടെ ലൈബ്രറികൾ പോലെയുള്ള ഖുർആൻ ക്ലാസുകൾ എടുക്കുന്ന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ഇവർ നൽകിയ സന്ദേശം എന്തായിരുന്നു? BJP ജയിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ഇവിടെ നിലനിൽപ്പില്ല. അതുകൊണ്ട് BJP ഒരു കാരണവശാലും കയറി വരാൻ അനുവദിക്കരുത്. ഈ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് പാലക്കാടും വയനാടും നല്ല രൂപത്തിൽ തിരിച്ചടി കിട്ടിയത്. 2ാം സ്ഥാനത്തുള്ള ഗവേഷണം നടത്തുന്നു. എന്നിട്ട് വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്ത് പ്രചരണം നടത്തി പറഞ്ഞു, നമ്മൾ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ ഇവിടെ BJP ജയിക്കുന്ന സാഹചര്യം ഉണ്ടാവും. BJP ജയിച്ചാൽ നമുക്കവിടെ ജീവിക്കാൻ പറ്റുമോ? നിങ്ങൾ UP ചെന്ന് നോക്ക്, നിങ്ങൾ മധ്യപ്രദേശിൽ ചെന്ന് നോക്ക്. അവിടെയൊക്കെ വലിയ രീതിയിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാം സഹോദരങ്ങളുള്ള സംസ്ഥാനങ്ങളാണ്. അവരൊക്കെ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. നിങ്ങൾ കേരളം കേന്ദ്രീകരിച്ച് മറ്റൊരു കാശ്മീരാക്കി കേരളത്തെ, കഴിഞ്ഞ സാറ് പറഞ്ഞല്ലോ, മറ്റൊരു കാശ്മീരാക്കി. കാശ്മീരിൽ ഇപ്പൊ സമാധാനമായി, കാശ്മീരിൽ ഇപ്പൊ അനങ്ങാൻ പറ്റുന്ന സാഹചര്യമല്ല. അപ്പൊ അതിന്റെ ഒരു കേന്ദ്രമാക്കി ഇവിടത്തെ മാറ്റി ഇവിടെയുള്ള മുഴുവൻ ഇസ്ലാമിൽ എത്രയോ നല്ല സുഹൃത്തുക്കൾ, ഇസ്ലാം സഹോദരങ്ങളായ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇന്ത്യ ഒറ്റ
നാഷണലിസ്റ്റ് ഇസ്ലാമിക് മൂവ്മെന്റ് ഉണ്ടാകണം. കാരണം ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർ അത്തരത്തിലൊരു മൂവ്മെന്റ് ഉണ്ടായില്ലെങ്കിൽ ഇവരെല്ലാവരും കൂടെ ഇവിടെയുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും തീവ്രവാദികളായി മുദ്രവെക്കും. അത് ഇവിടുത്തെ BJPയുടെയോ അല്ലെങ്കിൽ ഇതര സമുദായങ്ങളുടെ ആവശ്യമല്ല. ഇവിടെയുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും തീവ്രവാദികളായി മുദ്രവെക്കേണ്ട ആവശ്യം SDPയും ജമാഅത്തെ ഇസ്ലാമിയും PFIയും പോലെയുള്ള ഇവരുടെ ആവശ്യമാണ്. അവർ ആ കർത്തവ്യമാണ് ഓരോ ഘട്ടമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു സംശയവുമില്ല. കാരണം ഈ കേരളത്തിലുള്ള മുഴുവൻ മുസ്ലിങ്ങൾക്കും തീവ്രവാദികൾ എന്ന ലേബൽ ഉണ്ടാക്കി കൊടുക്കുക എന്നതിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകളെ നിലയ്ക്ക് നിർത്തിയിട്ടില്ലെങ്കിൽ സാധാരണ മുസ്ലിങ്ങൾക്ക് പോലും നിലനിൽപ്പ് നഷ്ടപ്പെടും. നന്ദി.